ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സ്വതന്ത്ര മനസ്സിന്റെ ശേഷി ലോകത്തിന്റെ ചിന്തകളോടോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായ സ്വാർത്ഥ ചിന്തകളോ അശുദ്ധ ചിന്തകളോടോ സാത്താൻ ഇട്ടു തരുന്നതായ പൈശാചിക നാരിക ചിന്തകളോടോ ദൈവം ഇട്ടുതരുന്ന പരിശുദ്ധാത്മ ചിന്തകളോടോ പോലും നോ എന്ന് പറയാൻ മാത്രം ശേഷിയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ദൈവരാജ്യത്തിലേക്കാണോ ഇറങ്ങുന്നത്, നരകരാജ്യത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ്. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഈശോ ഈ കർത്തൃ പ്രാർത്ഥനയിൽ പ്രാർത്ഥിപ്പിക്കുന്നത്, അങ്ങയുടെ രാജ്യം വരണമേ, എവിടെ? എന്നിൽ, എൻ്റെ ജീവിതത്തിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ അനുശാസനത്തെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നാം എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 47ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരരെ, കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി, ചിന്തയാലാണ് നാം നയിക്കപ്പെടുന്നത്, ഭരിക്കപ്പെടുന്നത്. ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഭരണം, ഒപ്പം സാത്താൻ്റെ ഭരണം ഒരാളെ കടന്നു വരാണ് സാധ്യത. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, 4 രീതിയിൽ നമ്മിലേക്ക് ചിന്തകൾ വരാം. ദൈവത്തിൽ നിന്ന്, സാത്താനിൽ നിന്ന് നേരെ അങ്ങനെ വരാം. പിന്നെ നമ്മുടെ തന്നെ ഉള്ളിൻ്റെ അവസ്ഥ നന്മയോ തിന്മയോ ആയിരിക്കുന്നതനുസരിച്ച് അവിടെ നിന്ന് വരുന്ന ചിന്തകളുണ്ട്. ഒപ്പം നമുക്ക് ചുറ്റുമുള്ള ലോകം, സമൂഹം, അതിൻ്റെതായ ചിന്തകൾ, അത് തിന്മയായിരിക്കാം നന്മയായിരിക്കാം ഇട്ട് തരുന്നുണ്ട്. ഇങ്ങനെ 4 ഉറവിടങ്ങളിലൂടെ അല്ലെങ്കിൽ പഴുതുകളിലൂടെ, വാതിലുകളിലൂടെ, ചാനലുകളിലൂടെ വരും തിന്മയെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്, അനുവർത്തിക്കുന്നതല്ല തിരസ്കരിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ ഏത് രാജ്യ അനുഭവത്തിൽ കടക്കുന്നു എന്നുള്ളത് നിർണയിക്കപ്പെടുന്നത്. ഒരു ചിന്ത ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ ഉണ്ടായി, ഉളവായി, കടന്നു വന്നു എന്നതുകൊണ്ട് അതിൽ തന്നെ ആ വ്യക്തിക്ക് അതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ചിന്ത അതിൽ തന്നെ ന്യൂട്രലാണ്. ദൈവത്തിൻ്റെ ചിന്ത ദൈവം എത്ര ഇട്ട് തന്നാലും, പ്രചോദനം കിട്ടിയാലും ഞാനത് അനുവർത്തിക്കുന്നില്ല എങ്കിൽ എനിക്കതിനകത്ത് പുണ്യം ഉണ്ടാകുന്നില്ല. ഞാൻ ആ ദൈവത്തെ നയിക്കപ്പെടുന്ന ദൈവരാജ്യ അനുമതി കിടക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നില്ല. സാത്താൻ എത്ര ചിന്ത എനിക്ക് ഇട്ട് തന്നാലും അത് അനുസരിച്ച് ഞാൻ അവൻ്റെ ഹിതം പാലിച്ചുകൊണ്ട് അവനെ ഭരിക്കപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ നരകരാജ്യ അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളും ലോകത്തിൽ നിന്ന് വരുന്ന ചിന്തകളും. നമുക്ക് ചിന്തകൾ ഇങ്ങനെ വരും, പക്ഷെ ഞാൻ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് മോറൽ തിയോളജിയിൽ പറയുന്നത്, ഒരു പ്രവൃത്തി പാപമോ പുണ്യമോ ആകണമെങ്കിൽ 3 വ്യവസ്ഥകൾ നിറവേറിയിരിക്കണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് 3 വ്യവസ്ഥകൾ? ഒന്ന്, ആ ചെയ്യുന്ന കാര്യം നമുക്ക് അറിവുള്ള കാര്യമായിരിക്കണം. 2, അറിവുള്ള ആ കാര്യം നമ്മളുടെ സമ്മതത്തോടെ, എൻ്റെ തീരുമാനത്തോടെ ഞാൻ ചെയ്യുന്നതായിരിക്കണം. 3ാമതായിട്ട്, ആ ചെയ്യുന്ന കാര്യം ഒരു കൽപ്പനയുടെ നിർവഹണം, ഒരു സുവിശേഷ ഉപദേശത്തിൻ്റെ പാലനം, അല്ലെങ്കിൽ ഒരു കൽപ്പനയുടെ ലംഘനം, ഒരു സുവിശേഷ ഉപദേശത്തെ അവഗണിച്ചുകൊണ്ട് പോകുന്നതാവണം. അപ്പോൾ അറിവോടെ, സമ്മതത്തോടെ ഒരു സുവിശേഷ ഉപദേശത്തിൻ്റെ കൽപ്പന ഞാൻ അനുസരിക്കുമ്പോൾ, പാലിക്കുമ്പോൾ എനിക്കത് പുണ്യമായി. അറിവോടെ, സമ്മതത്തോടെ ഒരു സുവിശേഷ ഉപദേശത്തെ കൽപ്പനയോ ലംഘിക്കുമ്പോൾ, അതിന് വിരുദ്ധമായിട്ട് ഞാൻ നീങ്ങുമ്പോൾ അതെനിക്ക് പാപമായി. ഈ 3 വ്യവസ്ഥകൾ ഒരുമിച്ച് വരും മാത്രമേ ഒരു പ്രവൃത്തി പാപമോ പുണ്യമോ ആയിട്ട് മാറുകയുള്ളൂ. ചിലപ്പോഴൊക്കെ ഇവിടെയും നമ്മളെ തന്നെ വഞ്ചിക്കുന്നൊരു അപകടം വരാം. ചില നല്ല ചിന്തകൾ, ആഗ്രഹങ്ങൾ ഉള്ളിൽ ഇങ്ങനെ അനുഭവപ്പെടുന്ന പരിസ്ഥിതി തരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചില വിശുദ്ധരുടെ, ലോകത്തിലുള്ള വ്യക്തിയുടെ മാതൃകയായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ തന്നെ ഉള്ളിൽ കിടക്കുന്നതായ ചില പഴയ ബോധ്യങ്ങളിൽ നിന്ന് പൊങ്ങി വരുന്ന നല്ല ചിന്തകളായിരിക്കാം. അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ ഓർക്കുന്നുണ്ട്. ആ ചിന്തകൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് പങ്കുവെക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അച്ഛന് വചനം പങ്കുവെക്കുന്ന പോലെ അങ്ങനെ വചന പ്രഘോഷത്തിന് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാനത് അനുവർത്തിക്കുന്നില്ല എങ്കിൽ, അനുസരിച്ചുകൊണ്ട് ആ ചിന്ത നയിക്കപ്പെടാനായിട്ട് എന്നെ അതിന് വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ അതിന് പുണ്യമൊന്നും എനിക്കില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. മറുവശം അങ്ങനെ തന്നെയാണ്. സാത്താന്റെ ചില ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് നിരന്തരം കടന്നു വരുന്നു. ലോകത്തിൻ്റെ ചില ദുർമാതൃകളിലൂടെ
തിന്മയുള്ള വ്യക്തികളോട് ചില ചിന്തകൾ എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നു. അല്ലെ എൻ്റെ ഉള്ളിൽ തന്നെ പതിഞ്ഞു കിടക്കുന്ന ചില ആസക്തികൾ, അതിൽ നിന്ന് പൊങ്ങി വരുന്ന ചില ചിന്തകള് ചീത്ത കാര്യങ്ങളിലേക്ക് എന്നെ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ എത്ര ചിന്ത എൻ്റെ ഉള്ളിൽ നിന്നാകട്ടെ, ചുറ്റുമുള്ള ലോകത്തിൽ നിന്നാകട്ടെ, സാത്താന്റെ അരുവികൾ നേരിട്ടാകട്ടെ എൻ്റെ ഉള്ളിലേക്ക് എത്ര വന്നാലും ഞാനത് അനുവർത്തിച്ചുകൊണ്ട് ഇറങ്ങുന്നില്ല എങ്കിൽ എനിക്ക് അതിനകത്ത് ഒരു പാപവും ഇല്ല. അപ്പൊ നമ്മള് ചില അവസരങ്ങളിലൊക്കെ ചില വ്യക്തികള് അശുദ്ധ ചിന്ത വരുന്നു, അഴുക്ക് ചിന്ത വരുന്നു, വെറുപ്പ് ചിന്ത വരുന്നു, നിരാശയുടെ ചിന്ത വരുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളെല്ലാം അഴുക്കാണ്, ഞാൻ കുമ്പസാരിക്കാതെ പറ്റത്തില്ല, ഞാൻ പാപത്തിലാണ്, അങ്ങനെയുള്ള കലക്കത്തിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ള യാതൊരു കലക്കവും നമുക്ക് ആവശ്യമില്ല എന്നുള്ളൊരു വ്യക്തതയും കൂടെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സ്വതന്ത്ര മനസ്സിന്റെ ശേഷി ലോകത്തിന്റെ ചിന്തകളോടോ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായ സ്വാർത്ഥ ചിന്തകളോ, അശുദ്ധ ചിന്തകളോടോ, സാത്താൻ ഇട്ടു തരുന്നതായ പൈശാചിക നാരിക ചിന്തകളോടോ, ദൈവം ഇട്ടു തരുന്ന പരിശുദ്ധാത്മ ചിന്തകളോടോ പോലും നോ എന്ന് പറയാൻ മാത്രം ശേഷിയുള്ളതാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഒന്ന് ഓർത്ത് നോക്കിക്കുക, വാതിലിൽ മുട്ട് കേൾക്കുന്നു അകത്തിരിക്കുന്ന ഒരു വ്യക്തി. മുട്ട് കേൾക്കുമ്പോൾ ആ വ്യക്തി വാതിക്കലേക്ക് ചെന്നിട്ട് ഇപ്പുറത്തെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്, ആരാണ് മുട്ടെന്നറിയാൻ. അപ്പോൾ ആ വ്യക്തി കാണുകയാണ് ദൈവം തമ്പുരാൻ പുറത്ത് നിന്നൊരു കതക മുട്ടിക്കൊണ്ടിരിക്കുക. ആ വ്യക്തി ചിന്തിക്കുകയാണ്, ഇപ്പൊ ഈ ദൈവത്തെ അകത്ത് കയറ്റിയാൽ പറ്റിയല്ല, ഇപ്പൊ ദൈവത്തിന്റെ പ്രവേശനം വാതിൽ നിന്ന് കൊടുത്താൽ അത് ശരിയാവുകയല്ല എന്ന് ചിന്തിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങേര് ദൈവത്തോട് തന്നെ പറയുകയാണ്, തുറക്കാൻ എനിക്ക് പറ്റത്തില്ല, തുറക്കാൻ എനിക്ക് മനസ്സില്ല, അവിടെ നിൽക്ക്. അങ്ങനെ പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുമെന്നാണ് ഇവിടെ വചനം തുറന്ന് പറയുകയാണ്, എന്റെ സ്വരം കേട്ടിട്ട് തുറന്ന് തരുന്നില്ല എങ്കിൽ ഞാൻ പുറത്ത് തന്നെ നിൽക്കുകയുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് മുട്ടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ദൈവം കോപിച്ചിട്ട് ഒറ്റ തൊഴിക്ക് വാതില് ചവിട്ടി തുറന്ന് അകത്ത് കയറി അങ്ങനെ പെരുമാറുകയല്ല. അപ്പൊ ദൈവത്തോട് പോലും നോ എന്ന് പറയാനുള്ള ശേഷി നമുക്കുണ്ട്. നമ്മൾ പാപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപ പ്രേരണകള് പ്രലോഭനം പിശാചിൽ നിന്ന് വരുന്നു. ഹവ്വയുടെ മക്കളെ സാത്താൻ പ്രേരിപ്പിച്ചു പഴം പറിച്ച് തിന്നാൻ. അങ്ങനെ പിശാച് വഴിയായിട്ടാണ് ആദ്യത്തെ പാപം ലോകത്ത് പ്രവേശിച്ചത് എന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുമ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ മറന്നു പോകരുത് ഒരു കാര്യം, പുരാതന സർപ്പം ഹവ്വയുടെ മക്കളെത്തി എത്ര പഴം തിന്നാനുള്ള പ്രേരണ കൊടുത്താലും ഹവ്വായ്ക്ക് അവനോട് ഇല്ല എന്ന് പറയാനുള്ള സ്വതന്ത്ര മനസ്സ് അതിന് ശേഷി ഉണ്ടായിരുന്നു. അപ്പൊ പുരാതന സർപ്പം സാത്താൻ പരദീസയിലെ മനുഷ്യ വഞ്ചിച്ചു എന്ന് പറയുമ്പം അവൻ വന്ന് സംസാരിച്ചു, പ്രേരിപ്പിച്ചു, അതല്ല വിഷയം. അതിന് നമ്മൾ നമ്മുടെ സ്വതന്ത്ര മനസ്സിനെ അശ്രദ്ധമായി ദുർബലമാക്കിയിട്ട് വഴങ്ങി കൊടുത്തു. അതിനെ അനുസരിക്കാൻ നമ്മൾ തീരുമാനമെടുത്ത് തയ്യാറായി. അവിടെയാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തില് അനനിയാസ് വസ്തു വിറ്റ് കിട്ടിയതിന്റെ പകുതി ഒരു വീതം പണം മാറ്റിവെച്ചു. അതേക്കുറിച്ച് പത്രോസ് ചോദിക്കുന്നത്, സാത്താൻ നിന്റെ ഹൃദയത്തെ ഇപ്രകാരം പരിശുദ്ധാത്മാവോട് വ്യാജം പറയാനായിട്ട് പ്രേരിപ്പിച്ചപ്പോൾ നീ അത് എന്തിനു വഴങ്ങി? നീ എന്തിനു വഴങ്ങി എന്നുള്ളതാണ്. സാത്താൻ എന്തിനു നിന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളതല്ല. സാത്താൻ പ്രേരിപ്പിച്ചു, അതിന് നീ വഴങ്ങി. നീ എന്തിനു വഴങ്ങി? ആ വഴങ്ങിയെടുത്താണ് പ്രശ്നമാകുന്നത്. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്, വല്ലാത്ത പ്രലോഭനങ്ങളാണ്, സാത്താന്റെ പ്രേരണ വല്ലാണ്ട് വരികയാണ്. പല മേഖല, ജടിക മേഖലയില്, വെറുപ്പ് മേഖലയില്, നിരാശയുടെ മേഖലയില് എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയി ചത്താലോ, ഇങ്ങനെ ചിന്തകൾ എത്ര വന്നാലും സ്നേഹമുള്ളവരെ നമുക്ക് പാപമില്ല, അത് വഴങ്ങേണ്ട ആവശ്യവുമില്ല. അതിനെതിരെ ചെറുത്ത് നിൽക്കാനുള്ള കരുത്ത് നമുക്കുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിലോ 4-ാമത്തിൽ വായിക്കുന്നില്ലേ, പിശാചിനെ ചെറുത്ത് നിൽക്കും, അവൻ ഓടിയാകുന്നുകൊള്ളും. മരുഭൂമിയിലെ പരീക്ഷയുടെ അവസരത്തില് സാത്താൻ ഈശ്വര പക്കലും ചിന്തകൾ ഇട്ട് കൊടുത്തു. 3 ചിന്ത ഇട്ട് കൊടുത്തു. 3നെ മീശ ചെറുത്ത് നിന്നത് ദൈവത്തിന്റെ ചിന്ത പറഞ്ഞുകൊണ്ടാണ്, ദൈവത്തിന്റെ ചിന്ത ഉരുവിട്ടുകൊണ്ടാണ്. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു തിരുവചനം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ സാത്താൻ ഇട്ട ചിന്തയെ ദൈവത്തിന്റെ വചനത്തിന്റെ ചിന്ത എടുത്ത് പ്രതിരോധിക്കാൻ, അതിനെ തട്ടിത്തെറിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഈശോ അതുവഴി നമുക്ക് മാതൃക തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ, ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ട്,
തങ്ങൾക്കെതിരെ കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അയൽക്കാരങ്ങനെ ചെയ്യുന്നു, ചില കുടുംബക്കാരങ്ങനെ ചെയ്യുന്നു. അതിനകത്ത് ഞങ്ങൾ പെട്ട് നിസ്സഹായപ്പെട്ടു പോവുക. എന്താ കാണിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇത് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെയുള്ള സാത്താന്യ ആക്രമണങ്ങള് മനസ്സിന്റെ മേലും ഉള്ളത്തിന്റെ മേലും ഭാരപ്പെടുത്തുന്ന ചിന്തകളായിട്ട് അനുഭവമായിട്ട് വരുന്നത് അവസാനിപ്പിച്ച് കിട്ടാനായിട്ട് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന പോലെയുള്ള മാർഗമൊന്നുമില്ല. കാരണം അവന് സ്വാതന്ത്ര്യമുണ്ട് അവസരം കിട്ടുന്നിടത്തൊക്കെ അത് ഉപയോഗിക്കാനായിട്ട്, അങ്ങനെ ചിന്തയിട്ട് ആക്രമിക്കാനായിട്ട്. അത് അഭിചാരം വഴിയോ കൂടോത്രം വഴിയോ ഒക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് അവന് ശക്തമായ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനെ വചനം ഉപയോഗിച്ച് കണ്ടതുപോലെ തന്നെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. അതുമല്ല എങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഏഷ്യയല്ലാത്തതുപോലെ ദൈവിക സാന്നിധ്യ, ദൈവ ഐക്യ അനുഭവത്തിലേക്ക് നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും. അമ്മ ത്രേസ്യ ആത്മജീവിതത്തിന്റെ വളർച്ചയെക്കുറിച്ച് പങ്കുവെക്കുന്നതായ ആഭ്യന്തര കർമ്മ്യം, അതില് 7 സദനങ്ങൾ, അതിലെ സദനങ്ങൾ ഒന്നൊന്നായി പിന്നിട്ട് 5-ാം സദനം 6-ാം സദനം ഒക്കെ ആകുമ്പോഴേക്കും സദനത്തിന് പുറത്തുള്ള പൈശാചിക സാന്നിധ്യങ്ങൾക്ക് ഈ വ്യക്തിയെ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ പറ്റുകയല്ലാത്തതുപോലെയുള്ള ഒരു സംരക്ഷിത അവസ്ഥയിലേക്ക് ഈ വ്യക്തി കടന്നു പോകുന്നതായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ ഈശോ പറയുന്നതും, പാമ്പുകളുടെ തേളുകളുടെ ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇപ്രകാരം ദൈവിക സംരക്ഷണം നിരന്തരം അനുഭവിക്കുന്ന അവസ്ഥയിൽ ജീവിക്കാൻ നമുക്ക് പറ്റും. പഴയ നിയമത്തിലെ ജോബിന്റെ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ സാത്താൻ തന്നെ ജോബിന്റെ പക്കലുള്ള തന്നെ നിസ്സഹായത പങ്കുവെക്കുന്നത് നമുക്കറിയാമല്ലോ. അങ്ങ് അവനും അവന്റെ ഭവനത്തിനും കുടുംബത്തിനും വസ്തുക്കൾക്കും ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകിയിരിക്കുകയല്ലേ. അവിടെ എനിക്ക് അവനെ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സംരക്ഷണം ദൈവത്തോട് ചേർന്ന് കൽപ്പന പാലിച്ച് ദൈവഭക്തി ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാം തിരുവചനത്തില് ദൈവഭക്തരെ സംരക്ഷിക്കുവാൻ കർത്താവിന്റെ ദൂതൻ അവർക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള വചന സംരക്ഷണ വാഗ്ദാനം തന്നെയാണ്. സങ്കീർത്തനം 91-ന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് അത് തന്നെയാണല്ലോ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ സർവശക്തന്റെ തണലിൽ കഴിയുന്നവനാണ് എന്ന്. അതുകൊണ്ട് ചിന്തകളിലൂടെയാണ്, പ്രേരണകളിലൂടെയാണ് ദൈവം നമ്മളെ നയിക്കാൻ നോക്കുന്നത്. പൈശാച് നമ്മളെ നയിക്കാനും ഭരിക്കാനും നോക്കുന്നത്. പിശാചും ദൈവത്തിന്റെ ആത്മാവും നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിലൂടെയും നമ്മുടെ തന്നെ ഉള്ളത്തിന്റെ അവസ്ഥയിലൂടെയും നമ്മൾ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും മറക്കരുത്, ഇതിന്റെ എല്ലാം മുൻപില് നടുവില് ദൈവം നമ്മളെ ഇവരേത് ചിന്തയോടും നോ പറയാനോ യേസ് പറയാനോ സാധിക്കുന്ന സ്വതന്ത്ര മനസ്സ് തന്നുകൊണ്ടാണ് സൃഷ്ടിച്ച് സ്വന്തം ഛായയിലും സാക്ഷ്യത്തിലും നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവരാജ്യത്തിലേക്കാണോ ഇറങ്ങുന്നത്, നരകരാജ്യത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ്. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഈശോ ഈ കർത്തൃ പ്രാർത്ഥനയിൽ പ്രാർത്ഥിപ്പിക്കുന്നത്, അങ്ങയുടെ രാജ്യം വരണമേ. എവിടെ? എന്നിൽ, എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.